ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതെൻ്റെ ഒരു പഴയ എർത്തോഗറാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു എർത്തോഗറിനെ ബ്രഷ് കട്ടറാക്കി മാറ്റാൻ കഴിയുമോ എന്ന്. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 52 cc എർത്തോഗർ. ഇതൊരു നോർമൽ എർത്തോഗറാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു 2-3 കുഴി കുഴിച്ച് നോക്കാം. നിങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ച് കാണും, എന്നെ ഇതൊന്ന് പിടിച്ച് തിരിച്ചിരുന്നു. അത് കല്ലോ വേരോ വല്ലതും തടസ്സം വരുമ്പോഴാണ് നമ്മുടെ എൻജിൻ്റെ പോർഷൻ തിരിയും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അത് ഈ ഓഗറിൻ്റെ ഒരു പോരായ്മയാണ്. നമുക്ക് ഒരെണ്ണം കൂടെ എടുത്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, നന്നായിട്ട് ഇറങ്ങുന്നില്ല. നല്ല അത്യാവശ്യം വലിപ്പമുള്ള കല്ല് അതിൻ്റെ അടിയിലുണ്ടാവാം. അതുകൊണ്ടാണ് അത് ഇറങ്ങാത്തത്. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഈ ഓഗറിൻ്റെ വിറ്റ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കല്ലിൻ്റെ തടസ്സമോ വേരിൻ്റെ തടസ്സമോ ഒന്നുമില്ല. നല്ല മണ്ണാണ്. അത്യാവശ്യം നല്ലൊരു കുഴി ഉണ്ടായിട്ടുണ്ട്. 63 cc ഒരു വീൽ മൗണ്ടഡ് എർത്തോഗർ ഉപയോഗിച്ച് 12 ഇഞ്ച് ബിറ്റ് കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബറും എൻ്റെ സുഹൃത്തുമായ രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വാഴ നടാൻ വേണ്ടി കുഴിയെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ എർത്തോഗർ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വളരെ ഈസിയായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഓഗറിൻ്റെ പ്രത്യേകത. ഞാൻ 63 cc ഓഗറിൻ്റെ വീഡിയോ കാണിക്കുവാൻ കാരണം ഈ 52 cc സാധാരണ എർത്തോഗറും അതുപോലെ 63 cc വീൽ മൗണ്ടഡ് എർത്തോഗറും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുവാനാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു ബ്രഷ് കട്ടറാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനായിട്ട് അതിൻ്റെ ലോക്കൊക്കെ അഴിച്ച് അതിൻ്റെ പിന്നൊക്കെ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബിറ്റ് ഊരിയെടുക്കുകയാണ്. കുഴിയെടുത്തുകൊണ്ട് ബിറ്റിൽ മണ്ണൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹൗസിങ് അഴിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ആക്സിലേറ്റർ കേബിൾ അഴിക്കണം. എർത്തോഗർ വാങ്ങിയിട്ട് അധികം ഉപയോഗമില്ലാതെ വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും എന്നോട് കമൻറ്റുകളിലൂടെ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനകരമാകും. അതുപോലെ തന്നെ തിരിച്ചും ബ്രഷ് കട്ടർ ഉള്ളവർക്ക് ഒരു ഓഗറിൻ്റെ ഒരു ഹൗസിങ് അസംബ്ലിയൊക്കെ മേടിച്ച് ഹാൻഡിലൊക്കെ വാങ്ങിയാൽ, അതുപോലെ വിറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴികളൊക്കെ കുഴിക്കാനും പറ്റും. പക്ഷേ കല്ല് കുറവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഞാൻ പിന്നെയും ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് ബ്രഷ് കട്ടറിൽ ഹൗസിങ് അസംബ്ലി മേടിച്ചാൽ നമുക്ക് കാര്യമായിട്ട് അത് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കേബിൾ ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൗസിംഗ് അസംബ്ലി അഴിക്കുകയാണ്.
ആദ്യമായിട്ട് 4 ബോൾട്ടാണ് നമ്മൾ അഴിക്കേണ്ടത്. അത്യാവശ്യം നീളമുള്ള ബോൾട്ടുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൗസിങ്ങിൻ്റെ മുകളിലത്തെ പോർഷൻ ഊരിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രീസൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഗ്രീസൊക്കെ കവിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ. ഇനി 4 ബോൾട്ടുകളും കൂടെ ഉള്ളിലത്തെ അഴിക്കണം. ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ സെറ്റ് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ എഞ്ചിനായിട്ടത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 2 സ്റ്റോക്ക് ബ്രഷ് കട്ടറിൻ്റെ ഷാഫ്റ്റ് സെറ്റ് പൈപ്പ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന യൂണിറ്റാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ്. പൈപ്പ്, ഹൗസിങ്, ഗിയർ സെറ്റ് ഉൾപ്പെടുന്ന ഷാഫ്റ്റ് സെറ്റ് മുഴുവനായിട്ട്, അതുപോലെ തന്നെ ഹാൻഡിൽ സെപ്പറേറ്റ്, അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഏകദേശം 3500 മുതൽ മുകളിലേക്ക് ഹൗസിങ്ങിൻ്റെയും പൈപ്പിൻ്റെയും ഗിയർ സെറ്റിൻ്റെയും ഒക്കെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ 4 ഹൗസിംഗ് ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രഷ് കട്ടറിൻ്റെ എൻജിനിലേക്ക് ഇത് പിടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആക്സിലേറ്റർ കേബിൾ പിടിപ്പിച്ച് കൊടുക്കണം.
ഇനിയിപ്പോൾ ഓൺ ഓഫ് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രഷ് കട്ടർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രിമ്മർ ഹെഡിൽ ട്രിമ്മർ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്, ബെൽറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എന്തായാലും സക്സസ് ആയെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തതുപോലെ ചെറിയ മെറ്റൽ ട്രിമ്മർ ഹെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 വള്ളി ലോഡ് ചെയ്ത് തരുന്ന ടൈപ്പ്. മുമ്പ് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് അത് ലോഡ് ചെയ്യുന്നതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കർഷക സുഹൃത്തുക്കൾ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകളുടെ ലഭ്യത, അതുപോലെ തന്നെ അതിൻ്റെ വിലയുടെ അപ്ഡേറ്റ്സ് എന്നിവ ലഭിക്കുവാൻ അത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.